ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒത്തിരിയായി വീഡിയോസൊക്കെ ചെയ്തിട്ട്, അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പഫ് സ്ലീവ് നമുക്ക് എങ്ങനെ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. പഫ് സ്ലീവും നോർമൽ സ്ലീവും രണ്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണും. അപ്പോൾ തുണി വെക്കേണ്ട രീതി ഇങ്ങനെയാണ്: 4 ഫോൾഡാക്കി മടക്കുക. ആദ്യം ഒന്ന് മടക്കുക, പിന്നെ വീണ്ടും ഒന്നുകൂടി മടക്കുക. അങ്ങനെ മൊത്തം 4 ഫോൾഡാക്കി തന്നെ മടക്കുക. അപ്പോൾ 2 കൈ ഒരുമിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ലെങ്ത്ത് ഇങ്ങനെയാണ് ലെങ്ത്ത് മാർക്ക് ചെയ്യേണ്ടത്. നമ്മളിത് മാർക്ക് ചെയ്യുന്നതിന് മുമ്പ് ഈ താഴെ ഒരു 1 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. കാരണം ലൈനിങ് ആണ് നമ്മൾ കട്ട് ചെയ്യണമെങ്കിൽ ലൈനിങ് മറിച്ചടിക്കാണ്ട് തുമ്പ് വേണമല്ലോ. അപ്പോൾ നമ്മൾ ഇത്രയും തുമ്പ് നമ്മൾ മാർക്ക് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ലെങ്ത്ത് ഇപ്പോൾ 10 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നോർമൽ സ്ലീവ് കേട്ടോ. പിന്നെ കൈത്തണ്ടയുടെ വണ്ണം നമ്മൾ മൊത്തം റൗണ്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ പകുതി മാർക്ക് ചെയ്യുക. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഞാനവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുകളിലേക്ക് മാർക്ക് ചെയ്തില്ല. ഇപ്പോൾ നോർമൽ സ്ലീവ് ആണെങ്കിൽ മുകളിലേക്ക് മാർക്ക് ചെയ്ത്, ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്തത് അതിൻ്റെ തയ്യൽ തുമ്പാണ്. മുകളിൽ കൈ അടിക്കാനുള്ള തയ്യൽ തുമ്പ്, ഷോൾഡറിലേക്ക് ജോയിൻ്റ് ചെയ്യുമല്ലോ, അതിൻ്റെ തയ്യൽ തുമ്പാണ് മാർക്ക് ചെയ്തത്. എന്നിട്ട് ഇവിടെ നിന്ന് നേരെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ച് കൊടുക്കുക. അവിടെ നിന്നൊരു 3 ഇഞ്ച് നേരെ താഴത്തേക്ക് മാർക്ക് ചെയ്യുക. അതിനുശേഷം എന്താ ഇങ്ങനെ ചായച്ച് വെട്ടിക്കൊടുക്കുക. ചായച്ച് വെട്ടിക്കൊടുക്കുക. ഒന്നും കൂടി ഒന്ന് ഇച്ചിരി കൂടി കുത്തനെ ആക്കി വെട്ടിക്കൊടുക്കുക. ഇതാണ് നോർമൽ സ്ലീവ്. നോർമൽ സ്ലീവ് ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ലെങ്ത്ത് താഴെ തുമ്പിടാനുള്ള ഇടുക, പിന്നെ താഴത്തെ വണ്ണം, പിന്നെ മേളിലത്തെ തയ്യൽ തുമ്പിടുക. ഇനി പഫ് സ്ലീവ് ആണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഒരു 3.5 ഇഞ്ച് മേളിലേക്ക് മാർക്ക് ചെയ്യുക. തയ്യൽ തുമ്പ് ഉൾപ്പെടെ കേട്ടോ. നമ്മൾ ഇത്രയും മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒരു ജോയിൻറ്റ് വരുന്ന ഭാഗമുണ്ട്. ആ ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇങ്ങനെ കുത്തനെ തന്നെ വരയ്ക്കണം കേട്ടോ. കുത്തനെയാണ് വരയ്ക്കേണ്ടത്. ഇവിടെയാണ് അതിൻ്റെ ജോയിൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. കാരണം അവിടെ വരെ നമ്മൾ ഇങ്ങനെ ഫ്രില്ലിടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേ രീതിക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് പഫ് സ്ലീവിൻ്റെ കട്ടിങ് വരുന്നത്. നമ്മൾ ഈ ജോയിൻ്റ് വരുന്ന ഭാഗം ഒന്നുകൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. കാരണം അത് നമ്മൾ ഫ്രില്ല് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമല്ലോ. ഫ്രില്ല് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ആ മാർക്കിങ് വരെ പാടുള്ളൂ. ഇങ്ങനെ നമ്മളിവിടെ ഇത്തരം ഭാഗം ഫ്രില്ലിട്ട് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കും. ഇത്രയേ ഉള്ളൂ പഫ് സ്ലീവ്. ഇപ്പോൾ നോർമൽ സ്ലീവും പഫ് സ്ലീവും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തയ്യൽ തുമ്പ് മെയിനായിട്ട് നമ്മൾ ഇടുന്നത് ശ്രദ്ധിക്കുക. പിന്നെ നോർമൽ സ്ലീവിൽ നിന്ന് മേളിലേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ.